അത് പൊട്ടിയതാ. ഇത് ചെറുതാ. നമുക്ക് പുറത്ത് വയ്ക്കാം അല്ലേ, കുറച്ച് വലുത് നോക്കാം. ഇതൊക്കെ വല്ല അറിഞ്ഞിട്ടാണോ? നോക്കി നോക്കാം. നമുക്ക് വേറെ അകത്തോട്ട് നോക്കാം. വേറെ വലിയ ചെടികളുണ്ടാവും. ഓ, ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഓക്കെ. ഈ കളിമൺ പാത്ര നിർമ്മാണം ഇത് ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖല ഏതാണെന്നറിയാവോ? അതെ, ഈ കളിമണ്ണ് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണോ പ്രാഥമികം എന്ന് പറഞ്ഞത്? എന്നാൽ പൊട്ടത്തെറ്റ. നമ്മുടെ ഈ കളിമണ്ണ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാത്രമാവില്ലല്ലോ. നമ്മുടെ ഒരു ചേട്ടനും ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കൂലി കൊടുക്കണം. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വരുന്നത് എന്തിലാണെന്നറിയോ? അത് ദ്വിതീയ മേഖലയിലാണ്. അതുകൊണ്ട് കളിമൺ പാത്ര നിർമ്മാണം എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ദ്വിതീയ മേഖലയിലായിരിക്കും. അങ്ങനെ ഒന്നുകൂടെ ചോദിക്കട്ടെ, ജലവിതരണം അതെന്തിലാണ് വരിക? ജലവിതരണം പ്രാഥമിക മേഖലയാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? പ്രകൃതി എന്നല്ലേ ജലം എടുക്കുന്നല്ലേ? അപ്പോൾ വിതരണം ആകുമ്പോഴോ? തൃതീയ മേഖല. അപ്പം ഒന്നിൽ പ്രാഥമികം വരണം, അല്ലെങ്കിൽ എന്ത് വരണം? തൃതീയം വരണം. എന്നാൽ അതും തെറ്റാട്ടോ. നമ്മുടെ ജലവിതരണം വരുന്നതും എന്തിലാണെന്നറിയോ? ദ്വിതീയ മേഖലയിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജലം നേരിട്ട് എടുത്തിട്ട് അതുപോലെ ഉപയോഗിക്കില്ലല്ലോ. പിന്നെ അവിടെ എന്ത് ചെയ്യും? അതിനെ കുറച്ച് പ്യൂരിഫൈ ചെയ്യും. ശരിയാണ്, ശുദ്ധീകരണം നടത്തണം. അവിടെയും കുറച്ച് വാല്യൂ അഡീഷൻസ് നടക്കും. എന്ന് പറഞ്ഞാൽ ഇതും വ്യാവസായികപരമായിട്ട് നടക്കുന്നുണ്ട്. ജലവിതരണം വരുന്നതും എന്തിലാ? ദ്വിതീയ മേഖലയിലാണ്. ഇത് രണ്ടും PSCയുടെ ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രാഥമിക മേഖല, എന്താ ദ്വിതീയ മേഖല, എന്താണ് തൃതീയ മേഖലയെന്ന് നമുക്കൊന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സാമ്പത്തിക മേഖലകളെ നമുക്ക് പൊതുവെ 3ആയിട്ട് തരംതിരിക്കാം അല്ലേ? 1 പ്രാഥമിക മേഖല, 2 ദ്വിതീയ മേഖല, 3 തൃതീയ മേഖല. ഇനി എന്തിനാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഈ ഓരോ മേഖലകളും തരുന്ന സംഭാവന എത്രയാണ്, അതിലെത്ര ആളുകൾ ജോലി ചെയ്യുന്നു, അത് എത്രത്തോളം GDPയിലേക്ക് സംഭാവന തരുന്നു, ഇതിനെയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കുള്ളത്. അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്ന്, എന്താണ് പ്രാഥമിക മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനത്തിനെ നമ്മൾ അന്തിമ ഉൽപ്പന്നമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രാഥമിക മേഖല എന്ന് പറയാം. ഉദാഹരണം എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഒന്ന്, കൃഷി അല്ലെ? കൃഷി എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. നമ്മൾ ഇതിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അന്തിമ ഉൽപ്പന്നമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അന്തിമ ഉൽപ്പന്നമായിട്ടാണ് ഉപയോഗിക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ വാല്യൂ അഡീഷൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെ? അതുപോലെ വനവിഭവങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്നത് എന്തിലാണ്? പ്രാഥമിക മേഖലയിലാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃഷിയാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക മേഖലയാണ്. പക്ഷേ അതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഈ പ്രാഥമിക മേഖലയാണ് നമുക്ക് GDPയിലേക്ക് ഏറ്റവും കുറവ് സംഭാവന തരുന്നത്. ഇനി എന്താണ് ദ്വിതീയ മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അസംസ്കൃത വസ്തുവായിട്ടാണ്. ഈ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു അന്തിമ ഉൽപ്പന്നം നിർമ്മിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ദ്വിതീയ മേഖല എന്ന് വിളിക്കുക. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വരുന്നത് എന്തിലായിരിക്കും? ദ്വിതീയ മേഖലയിലായിരിക്കും. എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിമൺ പാത്ര നിർമ്മാണം, അതുപോലെ ജലവിതരണം, വ്യവസായം, ഇതെല്ലാം വരുന്നത് എന്തിലാണ്? ദ്വിതീയ മേഖലയിലാണ്. ദ്വിതീയ മേഖലയെ നമ്മൾ വ്യാവസായിക മേഖല എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ പ്രാഥമിക മേഖലയെ നമ്മൾ കൃഷി അധിഷ്ഠിത മേഖല എന്നുകൂടി വിളിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ ആള് എന്താണ്? തൃതീയ മേഖല എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ലഭിക്കുന്ന ഉൽപ്പന്നത്തിനെ അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നത്തിനെ നമ്മൾ വിതരണം ചെയ്യുന്നതിനെയാണ് എന്തിൽ ഉൾപ്പെടുത്തുക? സേവന മേഖലയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ബാങ്കിങ്, ഇൻഷുറൻസ്, നോളജ് സെക്ടർ, വിദ്യാഭ്യാസം, ഇതെല്ലാം വരുന്നത് എന്തിലാണ്? തൃതീയ മേഖലയിലാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന്, പ്രാഥമിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ജോലിയെ നമ്മൾ പറയുന്ന പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റെഡ് കോളർ ജോബ് എന്നാണ്. ഷർട്ടിൻ്റെ കോളർ വെച്ചിട്ട് നമ്മൾ പറയുക റെഡ് കോളർ ജോബ് എന്ന് വെച്ചാൽ മണ്ണും പൊടിയൊക്കെ പറ്റുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെഡ് കോളർ ജോബ് എന്ന് വിളിക്കും. ഇനി വ്യാവസായിക മേഖലയിൽ ജോലി ചെയ്യുന്നവരെ നമ്മൾ പറയുന്ന പേര് ബ്ലൂ കോളർ ജോബ് എന്നാണ് പറയുക. അതുപോലെ തൃതീയ മേഖലയിലാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? വൈറ്റ് കോളർ ജോബ് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഏറ്റവും കുറവ് വരുമാനം തന്നതും പ്രാഥമിക മേഖലയായിരുന്നു. അതുപോലെ സേവന മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ
ഏറ്റവും കുറവ് ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഏത്? സേവന മേഖല. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സേവന മേഖലയാണ്. ഇനി നമ്മുടെ PSC ചോദിച്ച ഒരു പോയിന്റ് കൂടിയുണ്ട്. നമ്മുടെ ജോലി സാധ്യത കൂടി വരുന്ന മേഖലകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്വിതീയ മേഖലയും തൃതീയ മേഖലയുമാണ്. ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലെയും ജോലി സാധ്യതകൾ എന്ത് ചെയ്യാണ്? കൂടി വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നമ്മുടെ എന്താണ് പ്രാഥമിക മേഖല, അതുപോലെ സാമ്പത്തിക മേഖലയെ എന്തിനു തരംതിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്